കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമുക്ക് ഇപ്രകാരം കൂട്ടായ്മയിലായിരിക്കാൻ കഴിയുന്നതോർത്ത് സന്തോഷമുണ്ട്. നിങ്ങളോടൊന്നിച്ച് കഴിയുവാൻ ചില ദിവസങ്ങൾ കർത്താവ് എനിക്കും വേർതിരിച്ചു തന്നു. നിങ്ങളുടെ സന്തോഷത്തിനും സങ്കടത്തിനുമൊക്കെ നിങ്ങളോടൊന്നിച്ചുള്ള ഒരു കൂട്ടായ്മയ്ക്ക് അവസരമാകുന്നു എന്നത് കർത്താവ് തരുന്ന ദൈവത്തിൻ്റെ കൃപയോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങളെ പഠിപ്പിക്കുവാൻ കർത്താവ് എന്നെ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ എൻ്റെ ജീവിതത്തിൽ വളരെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള വിഷയങ്ങളാണെങ്കിലും പൗലോസ് പറഞ്ഞതുപോലെ കൃപയാൽ ലഭിച്ച കരുണ കൊണ്ട് ലഭിച്ച ശുശ്രൂഷ അത് കർത്താവ് തന്ന വിലപ്പെട്ട നന്മയായി ഞാൻ കാണുന്നു. കർത്താവിൽ ഇന്ന് രാത്രി നമുക്ക് ശരണപ്പെടുവാനും ദൈവത്തിൻ്റെ വചനം പഠിപ്പാനും കഴിയട്ടെ. കർത്താവിൻ്റെ ദാസനും കൂടി ഉണ്ടല്ലോ. വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിൽ നിന്നും കേൾക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയൊക്കെ ഞാനും ആയിരിക്കുന്നു. കണ്ടിന്യൂസായ ബൈബിൾ ക്ലാസ്സുകൾ നടക്കുന്നതിനിടയിൽ ഈ ചെറിയ ചെറിയ പോർഷൻസ് മാറി മാറി എടുക്കുമ്പോൾ അതും അല്പം അസ്വസ്ഥത നിങ്ങൾക്കുളവാക്കാം. കാരണം റെഗുലറായുള്ള പഠനത്തിൽ നിന്ന് അത് വ്യത്യസ്തമായ ചിന്തകളിലേക്ക് കൊണ്ടുപോകും. എങ്കിലും വരും ദിവസങ്ങൾ ദൈവം ആ വിധത്തിൽ നിങ്ങൾക്ക് യോഗ്യമായ അനുഗ്രഹീതമായ ക്ലാസ്സുകൾ നൽകി ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് റോമാലേഖനം 7-ാം അധ്യായത്തിലേക്ക് വരാം. റോമൻസ് ചാപ്റ്റർ 7. അതിൻ്റെ 4-ാമത്തെ വാക്യം. മതി, പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ പാതാന്തികെ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ദൈവശബ്ദം ഞങ്ങളെ നടത്തിയ കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പാതകൾ എങ്ങനെയായിരിക്കുന്നു എന്ന് തെളിയിച്ചു തരുന്നതും ഞങ്ങളുടെ കാലുകൾ അടുത്ത ചുവട് എവിടെ വെക്കണമെന്ന് പറഞ്ഞു തരുന്നതും അവിടുത്തെ വചനമാകയാൽ ഇന്ന് രാത്രിയും നിൻ്റെ വചനം ഞങ്ങൾക്ക് മാർഗദീപമായി ഞങ്ങളുടെ ഉള്ളിൽ കർത്താവ് പ്രകാശിപ്പാൻ അവിടെ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു, ക്രിസ്തുവേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ. റോമാലേഖനം നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഒരു എക്സിജീറ്റിക്കൽ സ്റ്റഡി കഴിഞ്ഞ ലേഖനമായിരിക്കും. കാരണം ആ ലേഖനം പഠിച്ചാൽ ബൈബിൾ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് തന്നെ പഠിക്കാം. അടിസ്ഥാനം വളരെയധികം ഉറപ്പിക്കപ്പെടുന്ന ഒരു നല്ല ലേഖനം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും പ്രധാനമായും അതിൻ്റെ ആഴമായ സത്യങ്ങളെയുമൊക്കെ എടുത്തു കാണിക്കുന്ന ലേഖനമാണ് റോമാലേഖനം. 6-ാം അധ്യായത്തിലെ സ്നാനവും അതുപോലെ 7-ാം അധ്യായത്തിലെ പാപത്തിൻ്റെ വാഴ്ചയുമൊക്കെ കുറേയെല്ലാം അറിയുന്നവരാണ് നിങ്ങൾ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും ഈ 21 ലേഖനങ്ങൾ എത്ര ആവർത്തി പ്രസംഗിക്കപ്പെട്ടാലും ദൈവത്തിന് നമ്മോട് സംസാരിപ്പാൻ എന്തെങ്കിലും ഉണ്ടാകും. നൂറ്റാണ്ടുകളല്ല, എത്രയെത്ര കാലഘട്ടങ്ങൾ അത് പ്രസംഗിച്ചാലും കർത്താവിൻ്റെ വചനമല്ലേ, അതിൻ്റെ ജീവൻ നമ്മോട് ഇടപെടാതിരിക്കുകയില്ല. കർത്താവിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത അതെ. മറ്റേതെങ്കിലും ഒരു നോവലോ ഏതെങ്കിലും ഒരു പുസ്തകമോ ആയിരുന്നെങ്കിൽ പണ്ടേ അത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞേന്. എന്നാൽ കർത്താവിൻ്റെ വചനത്തിന് അതിൽ തന്നെയുള്ള പ്രത്യേകതകൾ നമ്മെ വളരെയധികം ധൈര്യപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ കർത്താവ് വേർതിരിച്ചപ്പോൾ അവരിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് വേറൊരു വീക്ഷണത്തിൽ നിന്ന് പൗലോസ് എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുത്തന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിൻ്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു. മരണത്തിനു വേണ്ടി നമ്മെ വിളിച്ച ഒരാലോചന നമുക്കതിനകത്ത് കാണുന്നുണ്ട്. ജീവനിലേക്കാണ് നമ്മെ നടത്തുന്നത്. നാം ഇന്ന് ജീവൻ പ്രാപിച്ചവരുമാണ്. അപ്പോൾ തന്നെ മരണത്തെക്കുറിച്ച് വളരെയധികം, ശരീരമരണത്തെക്കുറിച്ചല്ല ഉദ്ദേശിക്കുന്നത്, നിത്യമരണത്തിൻ്റെ വിഷയങ്ങൾ. അത് പാപത്തിൻ്റെ ശമ്പളം മരണം അത്രയെന്ന് പറഞ്ഞാണല്ലോ അതിൻ്റെ തൊട്ട് മുമ്പുള്ള അധ്യായം അവസാനിക്കുന്നത് തന്നെ. അപ്പോൾ ആ വിധത്തിലുള്ള ഒരു ലക്ഷ്യത്തെ ഈ വചനം നമുക്ക് ഉറപ്പിച്ചു തരുന്നുണ്ട്. നാം ദൈവത്തിന് ഫലം കായ്ക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ വേറൊരുത്തന് നമ്മളെ ആക്കണം. ഇതൊരു വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് 1-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പൗലോസ് പറയുന്നത്.
സഹോദരന്മാരെ, നിയമം അറിയുന്നവരോടല്ലേ ഞാൻ സംസാരിക്കുന്നത്, അല്ലേ? വായിക്കാൻ വേണമെങ്കിൽ സഹോദരന്മാരെ. അറിയുന്നില്ലയോ? ഭർത്താവ് ജീവിച്ചു. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം, ലക്ഷ്യം എന്നതിനെ ഉറപ്പിക്കുന്നു. അതിനകത്തൂടെ ഒരു നിയമത്തെ പൗലോസ് എടുത്തു കാണിക്കുന്നുണ്ട്. കുടുംബജീവിതത്തിൽ ഭർത്താവും ഭാര്യയുമായുള്ള ബന്ധത്തിൽ ആയുസ് തീരുന്നത് വരെ ആ ഉടമ്പടിക്ക് സാധുതയുള്ളത് കൊണ്ട് അതിൽ നിന്ന് ഒരാളെ അടർത്തി മറ്റൊരാൾക്ക് കൊടുക്കുക എന്നത് തികഞ്ഞ നിയമരാഹിത്യമാണ്. അതുകൊണ്ട് നിയമവിരുദ്ധമായി ഈ ബന്ധത്തിൽ നിന്ന് ഒരാളെ അടർത്തി മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ അതിനെ തികഞ്ഞ അധാർമികതയായി കാണുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെ അടർത്തി വേറൊരാൾക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ അടർത്തി വേറൊരാൾക്ക് കൊടുത്തു. എന്തിന്? ഇനി അവന് ഫലം കായ്ക്കണം. ദൈവത്തിന് ഫലം കായ്ക്കാൻ നിങ്ങളെ ക്രിസ്തുവിന് വേണ്ടി മാറ്റിക്കൊടുത്തു. അതിനകത്തെ നിയമസാധുത എന്ത് എന്നാണ് പൗലോസ് പറയുന്നത്. കുറെ കൂടെ ഈ വക വിഷയങ്ങളായതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവാം. എങ്കിലും വീണ്ടും ഓർമ്മിപ്പിച്ചുണർത്തുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധയോടെ ഇരുന്ന് അത് മനസ്സിലാവും. പൗലോസ് പറയുന്നു, ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു ജീവിക്കുന്നു. അവരൊരു ഉടമ്പടിയിലൂടെ, നിയമത്തിലൂടെയാണ് അതൊന്നായത്. ആ നിയമത്തിന് മാറ്റം വരുത്താൻ ആരെ കൊണ്ടും പറ്റില്ല. ആ നിയമത്തിന് ഒരിക്കലും നീക്കമില്ല. പിന്നെ അത് നീക്കം വരാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ രണ്ടിലൊന്ന് മരിക്കണം. ഈ രണ്ടിലൊന്ന് മരിച്ചാലേ ആ നിയമത്തിൽ നിന്ന് ഒരാൾ ഒഴിവാകുന്നുള്ളൂ. അതുവരെ ആ നിയമത്തിന് ഒഴിവ് വരുന്നില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം വെച്ച ഉടമ്പടിയിൽ നിന്ന് നാം എങ്ങനെ ഒഴിവാകും എന്ന് പൗലോസ് ഉദാഹരണ സഹിതം ഉറപ്പിച്ചിട്ട് പറയുകയാണ്. അത് ഒഴിവാക്കി നിങ്ങളെ കൊണ്ടുവന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? ദൈവത്തിന് നിങ്ങൾ ഫലം കായ്ക്കേണ്ടതിന് നിങ്ങളെ വേറൊരുത്തന് ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തെ സാങ്കത്യ നിയമവ്യവസ്ഥ എന്താണ്? എന്തുകൊണ്ട് ദൈവം അതങ്ങനെ ചെയ്യുന്നു? ലോകത്തിൽ നിയമം അറിയുന്ന ഏവർക്കും അറിയാവുന്ന വ്യവസ്ഥിതികളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. പൗലോസ് പറയുന്നത്, ന്യായപ്രമാണത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവന്ന ജനതയെക്കുറിച്ചൊക്കെ കുറേ അധികം പറയുന്നുണ്ട്. താഴോട്ടുള്ള വാക്കുകൾ വായിച്ചാൽ നമുക്കറിയാം. ദൈവം ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണം കൊടുത്തത് തന്നെ അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നറിയുന്നുണ്ട്. ഗലാത്യ ലേഖനം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ദൈവം വാഗ്ദത്തം ആർക്ക് കൊടുത്തു? എബ്രഹാമിന് കൊടുത്തു. എന്നാൽ ന്യായപ്രമാണം ആർക്ക് കൊടുത്തു? അല്ലേ? എൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം 16 മുതൽ വായിക്കാം. അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും അടുത്ത വാക്യം എന്ന് പറഞ്ഞാൽ ദൈവം അബ്രഹാമിനൊരു വാഗ്ദത്തം കൊടുക്കുന്നു. ആ വാഗ്ദത്തത്തിന് ശേഷം 430 സംവത്സരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ന്യായപ്രമാണം കൊടുത്തു. ആദ്യ ദൈവം കൊടുത്തത് ന്യായപ്രമാണമല്ല, പിന്നെ എന്താണ്? ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്. അന്ന് പരിച്ഛേദന നിലവിലില്ല, യഹൂദ ജനതയില്ല, അവരെക്കുറിച്ചല്ല പറയുന്നതും, ഇസഹാക്കിനെ കുറിച്ചല്ല വാഗ്ദത്തവും. അല്ലേ? അവിടെ എഴുതിയിരിക്കുന്നത് ഇസഹാക്കിനെ കുറിച്ച് പറഞ്ഞെന്നാണോ? സന്തതിക്കും എന്ന് ഏകനെ കുറിച്ച് പറഞ്ഞു, സന്തതികൾക്കും എന്ന് ബഹുവചനം ഉപയോഗിച്ചില്ല. അതുകൊണ്ട് സന്തതികൾക്ക് അവകാശമൊന്നും കിട്ടില്ല. പിന്നെ ആർക്കേ കിട്ടൂ?
ഒരു സന്തതിക്കേ കിട്ടുള്ളൂ. അത് ഇസഹാക്കിനും അവൻ്റെ സന്തതികൾക്കും എല്ലാം അവകാശം പറയാൻ പറ്റുന്നതല്ല. പിന്നെ ആർക്കേ പറ്റൂ? ആ സന്തതി ക്രിസ്തു തന്നെ ആയതുകൊണ്ട് അവകാശമുള്ള ഒരുവൻ വരുവോളം ഇവിടെ ആ വാഗ്ദത്തം ബാക്കി നിൽക്കുകയാണ്. അപ്പോൾ വാഗ്ദത്തം കിട്ടിയത് സന്തതിക്കാകയാൽ ആ സന്തതി ക്രിസ്തു തന്നെ. അപ്പോൾ ഇസ്രായേലിനല്ല വാഗ്ദത്തം കിട്ടിയത്. ഇസ്രായേലിന് കിട്ടിയത് വാഗ്ദത്തമല്ല, പിന്നെന്താണ്? ന്യായപ്രമാണമാണ്. അവർക്ക് ന്യായപ്രമാണം കിട്ടി. അബ്രഹാമിൻ്റെ സന്തതിക്ക് വാഗ്ദത്തം കിട്ടി. ഇപ്പൊ ഈ വാഗ്ദത്തം കിട്ടിയ പിതാവ് ഈ സന്തതിക്ക് വേണ്ടി അത് മാറ്റിവെക്കേണ്ടി വന്നു. എന്നാൽ 430 സംവത്സരം കഴിഞ്ഞപ്പോൾ ദൈവം വാഗ്ദത്തമല്ല നിവർത്തിച്ചത്, പിന്നെ എന്ത് ചെയ്തു? ദൈവം ന്യായപ്രമാണം അവർക്ക് കൊണ്ട് കൊടുത്തു. ന്യായപ്രമാണം അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പഴയ നിയമമെന്ന് നാം വിളിക്കുന്ന, അല്ലെങ്കിൽ കൊരിന്ത്യ ലേഖനം വിളിക്കുന്ന, എബ്രായ ലേഖനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ആദ്യ നിയമം, ഈ ആദ്യ നിയമം ദൈവം നൽകുന്നത് ഈ വാഗ്ദത്തത്തിന് 430 സംവത്സരത്തിനു ശേഷം. ഇത് പ്രാപിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ജനതതി അവരതിലൂടെ സകല നിയമവും പാലിപ്പാൻ ശ്രമിച്ചിട്ടും അവർക്ക് അതിലൂടെ ഒരൊറ്റയാൾക്ക് പോലും നീതി പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. അല്ലേ? അങ്ങനെ ബൈബിൾ വായിക്കുന്നതും അങ്ങനെ. ന്യായപ്രമാണം സംബന്ധിച്ച് അതിൻ്റെ ഗലാത്യർ 3-ാമത്തെ 21-ാം വാക്യത്തിൽ, എന്നാൽ ന്യായപ്രമാണം ദൈവ വാഗ്ദത്തങ്ങൾക്ക് വിരോധമാണോ? ഒരിക്കലുമല്ല. ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രമാണം നൽകിയിരുന്നുവെങ്കിൽ ന്യായപ്രമാണം വാസ്തവമായി നീതിക്ക് ആധാരമാകുമായിരുന്നു. അതുകൊണ്ട് ഒരൊറ്റയാളും അതുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുമില്ല. ഒരു മനുഷ്യനും രക്ഷപ്പെടാത്ത, ഒരു മനുഷ്യനും പാലിച്ച് വിജയിപ്പാൻ കഴിയാത്ത ഈ പ്രമാണം ദൈവം പിന്നെന്തിനാ കൊടുത്തത്? ഒരാൾക്കും അതുകൊണ്ട് രക്ഷപ്പെടാനാവില്ല. ഈ പസിൽ അല്ലെങ്കിൽ ഈ ഒരു കടങ്കഥ കടന്ന് ഉരുണ്ട് കളിക്കുക. ഒന്നിൽ ജയിച്ചാൽ അടുത്തതിൽ തോക്കുന്നു, അടുത്തതിൽ കുറേ എണ്ണം ജയിച്ചാലും ഏതെങ്കിലും ഒന്നിൽ പരാജയപ്പെടുന്നു. പരാജയപ്പെട്ടാൽ അവൻ എന്താ വിളിച്ചു പറയുന്നത്? നീ ശിക്ഷായോഗ്യൻ. ഏതൊരെണ്ണം ജയിച്ചു വന്നാലും അടുത്തതിൽ വീണുപോയെങ്കിൽ അവന് അവിടെ നിന്ന് തന്നെ ആ പ്രമാണം ഉറപ്പ് കൊടുക്കുന്നുണ്ട്, നീ ദണ്ഡനത്തിന് യോഗ്യനാണ്, നീ ശിക്ഷിക്കപ്പെടുന്നവനാണ്, നീ രക്ഷയിലേക്കല്ല വരുന്നത്, ശിക്ഷയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഒറ്റ മനുഷ്യനും രക്ഷയ്ക്ക് സാധ്യതയില്ലാത്ത പ്രമാണമാണെന്ന് സർവജ്ഞാനിക്ക് അറിയാമെങ്കിൽ പിന്നെ എന്തിന് ദൈവം ഈ പ്രമാണം ഈ ജനതയ്ക്ക് ഏൽപ്പിച്ചു? ഈ ജനതയ്ക്ക് മാത്രമല്ല, ദൈവം ന്യായപ്രമാണം ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്? ഇസ്രയേലിന് കല്ലിലെഴുതി കൊടുത്തെങ്കിലും റോമാലേഖനം 2-ാം അധ്യായം വായിച്ചാൽ 2:14, 2:12 മുതൽ വായിക്കാം. ന്യായപ്രമാണമില്ലാതെ താഴോട്ട് വായിക്കാം. ന്യായപ്രമാണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ അവർക്ക് ഈ ന്യായപ്രമാണം അവരുടെ ഉള്ളിലുണ്ട്, മറ്റവർക്ക് അത് എഴുതി അവരുടെ കയ്യിലുണ്ട്. എന്നിട്ടോ രണ്ടുപേരും അവരുടെ മനസാക്ഷിയിലേക്ക് നോക്കിയാൽ അവർക്ക് കുറ്റം വിധിക്കുകയാണ്. എന്ത്? ഞങ്ങൾക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അല്ലേ? താഴോട്ടുള്ള വാക്യം അങ്ങനെ എഴുതിയിരിക്കുന്നത്, അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞ് അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തി പ്രതിവാദിച്ച് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്നതായി കാണിക്കുന്നു. എന്തിനാ അത് വെച്ചിരിക്കുന്നത്? ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന, ഇതെല്ലാം ദൈവം വെച്ചിരിക്കുന്നത് രക്ഷയ്ക്കല്ല, പിന്നെന്തിനാ? ന്യായം വിധിക്കാൻ വെച്ചതാണ്. ന്യായം വിധിക്കാൻ വേണ്ടി കർത്താവ് വെച്ച സാധനമായത്. അവരുടെ മനസാക്ഷിയിൽ അവർക്കത് വടം വലിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നത് മോശയ്ക്ക് എഴുതി കിട്ടുന്നതിന് മുമ്പ് ജനത്തിന് പ്രമാണമൊന്നും ഇല്ലായിരുന്നല്ലോ. ലംഘനമില്ല. കാരണം എന്താ? വൺ വേ ഇട്ടാലല്ലേ ക്രോസ് ചെയ്താൽ ലംഘനമാകുന്നുള്ളൂ. നിയമം ഇല്ലാത്തിടത്ത് ലംഘനമില്ല. പക്ഷേ പാപം അതുവരെ വാണിരുന്നു. അങ്ങനെ എഴുതിയിരിക്കുന്നത് റോമാലേഖനം 5:13
അത് 12 അല്ലേ? പാപമോ ന്യായപ്രമാണം? മോശ പ്രമാണം ഇവിടെ സ്വീകരിക്കുന്നതിന് മുമ്പും ഇവിടുത്തെ വാഴ്ചകളൊക്കെ അതേപടി തന്നെ ഉണ്ടായിരുന്നു. എന്തിൻ്റെ വാഴ്ച? പൈശാചിക വാഴ്ചയുടെ കാര്യമൊന്നുമല്ല, പാപത്തിൻ്റെ വാഴ്ച അല്ലെ, മരണത്തിൻ്റെ വാഴ്ച. അത് ഈ ഭൂമിയിൽ അവരുടെ മേലും ഉണ്ടായിരുന്നു. അവരുടെ മനസാക്ഷിയിൽ അവർക്ക് പ്രമാണമുണ്ടായിരുന്നു. മനസാക്ഷി, ചിലർ പറയാറുണ്ട് എൻ്റെ മനസാക്ഷി അനുസരിച്ച് ഇങ്ങനെയാ, ചിലരുടെ മനസാക്ഷി അനുസരിച്ച് അങ്ങനെയാ. മനസാക്ഷിക്ക് നിയമം ഉണ്ടാക്കാൻ റൈറ്റ് ഒന്നുമില്ല. ഉണ്ടോ? ഓരോരുത്തരുടെ മനസാക്ഷി അനുസരിച്ച് ഓരോ നിയമം ഉണ്ടാക്കാൻ പറ്റുമോ? മനസാക്ഷിക്ക് ജഡ്ജിയുടെ റോളാണ് ഉള്ളത്. മനസാക്ഷിക്ക് ഒരു ജഡ്ജിയുടെ റോളാണ്. ജഡ്ജിയുടെ റോളിന് എന്താ പ്രത്യേകത? ജഡ്ജിക്ക് നിയമം ഉണ്ടാക്കാൻ അവകാശമില്ല, നിയമം പാലിപ്പിക്കാൻ അവകാശമുള്ളൂ. നിയമം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നിയമം ഉണ്ടാക്കുന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് അല്ലേ? നിയമം ഉണ്ടാക്കാൻ ജഡ്ജിക്ക് റൈറ്റ് ഒന്നും ഇല്ല. എന്ത് നിയമം കൊടുത്തിട്ടുണ്ടോ അത് തെറ്റിയിട്ടുണ്ടോ ശരിയായിട്ടുണ്ടോ നോക്കിയാൽ മതി. ആര്? ജഡ്ജി. അതിൽ കൂടുതലൊന്നും മനസാക്ഷിക്ക് റോളൊന്നുമില്ല. മനസാക്ഷിയുടെ പ്രശ്നം, നമ്മളൊക്കെ ബ്ലാങ്കായ മനസാക്ഷിയുടെ ലോകത്തേക്ക് ജനിച്ചാലും മാതാപിതാക്കൾ കുറേ ഡൂസ് ആൻഡ് ഡോൺസ് ഒക്കെ കൊടുത്തു, സമൂഹങ്ങൾ അത് കുറേ നിയമങ്ങൾ കൊടുത്തു. അങ്ങനെയൊക്കെ വന്ന് ആകപ്പാടെ കറപ്റ്റഡായി നശിച്ചു കിടന്ന ആ മനസാക്ഷി നമ്മൾ സ്നാനപ്പെട്ടതോടെ ദൈവത്തോടുള്ള നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷ കൊടുത്തിട്ട് നല്ല മനസാക്ഷി മേടിച്ചു. അതിനകത്ത് ദൈവത്തിൻ്റെ വചനവും ആത്മാവിൻ്റെ ആലോചനയൊക്കെ നിറച്ചു. ലംഘിക്കുമ്പോൾ അകത്ത് വേദനിക്കുന്നുണ്ടെങ്കിൽ മനസാക്ഷി ഇന്നും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. ലംഘിക്കുമ്പോൾ, പണ്ടേതൊരു പുസ്തകത്തിൽ മനസാക്ഷിയെക്കുറിച്ചൊരു ചിത്രം വരച്ചിട്ടുണ്ട്. ഹൃദയത്തിനകത്ത് 3 അമ്പുകൾ ഷാർപ്പായത് ഇങ്ങനെ ഒരു നടുക്കത്തെ ബെയറിങ്ങിൽ ഇങ്ങനെ നിന്ന് തിരിയുക. തെറ്റ് ചെയ്യുമ്പോൾ ഇതെന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് അനങ്ങും. അനങ്ങുമ്പോൾ എന്താ? ഈ മാംസളമായ ഹൃദയമാണെങ്കിൽ വേദനിക്കാൻ തുടങ്ങും. ഇതായി മനസാക്ഷി കുത്തെന്നൊക്കെ അദ്ദേഹം ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. പക്ഷേ പല ബന്ധക്കോസുകാരുടെ നടുവിൽ ഇത് പമ്പരം പോലെ കറങ്ങുക. കാരണം ഇത് ഒരഞ്ഞൊരഞ്ഞ് അവിടെ ഫ്രീ ആയി കിടക്കുക. പണ്ടേതൊരു തടിയായ മനുഷ്യൻ വെയിറ്റ് നോക്കുന്ന മെഷീനിൽ കയറിയപ്പോൾ 1 at a time എന്നൊക്കെ പറഞ്ഞു സൂചി ഇങ്ങനെ കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ഇതിങ്ങനെ കറങ്ങുക. അതുകൊണ്ട് മനസാക്ഷി കാര്യമായി വർക്ക് ചെയ്യാതെ. എന്നാൽ ദൈവം മനുഷ്യൻ്റെ മനസാക്ഷിയിൽ അവൻ്റെ പ്രമാണം എഴുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ന്യായപ്രമാണം ഭൂമിയിൽ എത്തുന്നതിന് മുമ്പും അവൻ്റെ പ്രമാണം മനുഷ്യൻ്റെ ഹൃദയത്തിൽ എത്തിയിട്ടുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മുടെ അകത്ത് എന്ത് ചെയ്യാം, എന്ത് ചെയ്യരുത്, നമുക്കറിയാമല്ലോ. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള അറിവ് തന്നെ നമുക്ക് കിട്ടിയത് പിശാചിനെ അനുസരിച്ചിട്ടാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണെങ്കിലും. അവിടെ മുതൽ ഇതറിയാവുന്ന മനുഷ്യന് അവൻ്റെ പ്രമാണങ്ങളെ ദൈവം അകത്തെഴുതിയതോടെ തെറ്റ് എന്നത്, തിന്മ എന്നത് അവൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ അവൻ്റെ മനസാക്ഷി പ്രതിവാദിക്കുന്നു, കുറ്റം ചുമത്തുന്നു. എന്തിന്? നീ കുറ്റവാളിയാണ് എന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കുവാൻ. ദൈവം ന്യായം വിധിക്കേണ്ടതിന് ആ കാലഘട്ടങ്ങളിലെ ജനങ്ങളുടെ അകത്ത് അവൻ പ്രമാണം എഴുതി വച്ചിരുന്നു. പ്രമാണം അവരുണ്ടാക്കിയതല്ല, അവർക്കുണ്ടാക്കാൻ അവകാശമില്ല, മനസാക്ഷിക്ക് നിയമമുണ്ടാക്കുന്ന പണിയുമില്ല. അതുകൊണ്ട് ദൈവം തന്ന പ്രമാണത്തെ സൂക്ഷിക്കേണ്ടതിന് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി സൂക്ഷിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ. ഓക്കെ, അപ്പോൾ മനസാക്ഷി സംബന്ധിച്ച് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എൻ്റെ മനസാക്ഷിക്ക് ഇങ്ങനെയാണ്, നിന്റെ മനസാക്ഷിക്ക് അങ്ങനെയാണെന്ന് പറയാവുന്നതില്ല. ഇതിന് തെറ്റുമ്പോഴാണ് മനസാക്ഷിക്ക് വിധിക്കാൻ അവകാശമുള്ളത്. ഓക്കെ, അപ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ അത്രയും അവരും ന്യായപ്രമാണം ഏതോ ഒരു വിധത്തിൽ അവർ അതിൻ്റെ കീഴിലാണ്. അവരാ ഉടമ്പടിയിൽ വിവാഹം കഴിഞ്ഞവരാണ്. ഏതുടമ്പടിയിൽ? ന്യായപ്രമാണവുമായുള്ള ബന്ധത്തിൽ അവരുടെയും ഉടമ്പടി ശക്തമാണ്. ആ ഉടമ്പടിയിലാണ് അവരും ജീവിച്ചത്. കാലഘട്ടങ്ങൾ കഴിഞ്ഞു, അബ്രഹാമൊക്കെ വന്നു. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുക്കുന്നു, അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ തന്നെ ഇസ്രയേൽ ജനതതി പിന്നീട് അവൻ്റെ ദേശത്ത് അവൻ്റെ തലമുറയിൽ നിന്ന് എഴുന്നേൽക്കുന്നു. ആ 430 സംവത്സരം കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് ദൈവം പ്രമാണം കൊടുക്കുന്നു. എന്തിനു വേണ്ടി ദൈവം അത് ചെയ്തു? നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്നും പല മതങ്ങളും അല്ലെങ്കിൽ പലരും ദൈവമക്കളുടെ ഇടയിൽ തന്നെ ചിലർ പറയാറുണ്ട്, നന്നായിട്ടൊക്കെ അങ്ങ് ജീവിച്ചാൽ മതി, ഒരുപാട് പ്രാർത്ഥിക്കാൻ വേണ്ട, വചനമൊന്നും
അത്ര വലിയ വിഷയമൊന്നുമല്ല, ഒരുവിധം നന്നായി അങ്ങ് ജീവിച്ചാൽ അങ്ങ് എത്താവുന്ന. ഞാൻ പറയട്ടെ, അങ്ങനെ നന്നായി ജീവിച്ചാൽ അവിടെ എത്താവുന്ന ഒരു അവസ്ഥ നമുക്കുണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ല പ്രമാണം ന്യായപ്രമാണം തന്നെയായിരുന്നു. അതിനേക്കാൾ നല്ല എത്തിക്സ് ഉള്ള ഒരു യൂണിറ്റ് വേറെ ഇല്ല. അത്രയും. അത് ഹമ്മുറബിയുടെ കോഡ് എടുത്താലും വേണ്ടില്ല, ഏതെല്ലാം ലോകത്തിലെ നീതിശാസ്ത്രം പൊക്കിക്കൊണ്ട് വന്നാലും ശരി, എന്തെല്ലാം ഇവിടെ കൊണ്ടുവന്നാലും അതിലൊക്കെ ഉന്നതമായി നിൽക്കുന്നത് ദൈവം മനുഷ്യന് എഴുതി കൊടുത്ത ന്യായപ്രമാണമാണ്. അതിനേക്കാൾ നല്ലതല്ല മറ്റൊന്നും. അത് അനുസരിച്ച് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലത്. അതിനേക്കാൾ നല്ലത് വേറൊന്നും പറയാനില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യാം, അങ്ങനെ ജീവിക്കാം എന്ന താല്പര്യം ഉരുത്തിരിഞ്ഞാൽ ദൈവം അവനെ ന്യായം വിധിക്കുവാൻ മറ്റൊരു പ്രമാണവും കൊണ്ടുവരണ്ട, ന്യായപ്രമാണം കൊണ്ടുവന്നാൽ മതി. ന്യായപ്രമാണം മാത്രം മുന്നോട്ട് കൊണ്ടുവച്ച് കർത്താവ് മനുഷ്യനെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് നാട് തരാം, ആലയം തരാം, നിങ്ങൾക്കുള്ളതെല്ലാം സെപ്പറേറ്റ് ഫോർട്ടിഫൈഡ് കോട്ട കെട്ടി അടച്ച് അതിനകത്ത് നിങ്ങളെ മറ്റെല്ലാവരെക്കാളും സുരക്ഷിതരാക്കി ഏറ്റവും നല്ല ഭൂമി നൽകി, ഏറ്റവും നല്ല കൃഷി നൽകി, ഏറ്റവും നല്ല വിവരം നൽകി, എല്ലാറ്റിനും മുൻപന്തിയിൽ കൊള്ളാവുന്ന ഫസ്റ്റ് ക്വാളിറ്റി ആക്കി നിങ്ങളെ ഒരു യൂണിറ്റ് മാറ്റി നിർത്തി അതിനകത്ത് ഞാൻ എൻ്റെ സ്കെയിലും കൂടെ വെക്കാം, ഞാൻ എൻ്റെ മാനദണ്ഡം കൂടെ വെക്കാം. എന്നിട്ട് ഇതനുസരിച്ചൊന്ന് ജീവിച്ച് കാണിക്കണം. എന്തിനു വേണ്ടിയാ? ഇതാണ് എൻ്റെ മാനദണ്ഡം. ആ മാനദണ്ഡത്തിനനുസരിച്ച് നിങ്ങളൊന്ന് ജീവിച്ച് കാണിച്ച. അതിനാണ് ദൈവം ഇസ്രായേലിനെ സെപ്പറേറ്റ് ചെയ്തത്. അവർക്ക് കൊടുത്ത വാഗ്ദത്തങ്ങളും, അല്ലെങ്കിൽ വാഗ്ദത്തം എന്നതിനേക്കാൾ ന്യായപ്രമാണവും, അത് കർത്താവ് അതിനു വേണ്ടി സെപ്പറേറ്റ് ചെയ്തതാണ്. ലോകത്തിൽ വെച്ച് എല്ലാറ്റിലും മുൻപന്തിയിൽ അന്നും ചിലപ്പോഴെല്ലാം ഇന്നും നിൽക്കുന്ന ആ യൂണിറ്റ് അവർക്ക് ദൈവം കൊടുത്ത പ്രമാണവുമായി അവർ നിൽക്കുന്നു. ന്യായപ്രമാണം അവർക്കുള്ളത്, ഇസ്രായേലിനുള്ളതാണ്, വേറെ ആർക്കുമുള്ളതല്ല. ഇസ്രായേലിനുള്ള ആ പ്രമാണവുമായി അവർ ജീവിപ്പാനായി എഴുന്നേറ്റാൽ ആദ്യത്തെ പ്രമാണം ഞാനല്ലാതെ വേറൊരു ദൈവം, തൊട്ട് താഴെ ഞാനല്ലാത്ത ഒരു ദൈവത്തെ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് മുകളിൽ, ഇത് താഴെ, അല്ലേ? അവരോട് മോഹിക്കരുതെന്ന് പറഞ്ഞാൽ താഴെ അവർ ദുർമോഹികൾ ആയിക്കൊണ്ടിരിക്കുക. വിഗ്രഹാരാധന പാടില്ലെന്ന് പറഞ്ഞാൽ അവിടെ എഴുതുമ്പോൾ ഇവിടെ വിഗ്രഹത്തിന് മുമ്പിൽ ചാടിക്കൊണ്ടിരിക്കുക. എല്ലാറ്റിനും അവർക്കൊരു കാര്യം മനസ്സിലായി, ഈ പ്രമാണം ഇവിടേക്ക് കൊണ്ട വെച്ചത് പിന്നെ ഞങ്ങളുടെ മനസാക്ഷി കുറ്റബോധമല്ലാതെ വേറൊന്നുമില്ല. എന്ത് ചെയ്താലും എന്തിനെതിരാ? ഇതിന് ജീവിക്കാൻ താല്പര്യമൊക്കെ ഉണ്ട്, പക്ഷേ നടക്കുന്നില്ല. ചിലർക്ക് എപ്പോഴും പറയും, ഞാൻ നോക്കി അങ്ങ് ജീവിച്ചു കളയും, അല്ലേ? തമിഴൻ പറഞ്ഞ പോലെ നനച്ചാ ഞാൻ പുലിയെ പിടിപ്പ, ഞാൻ ഒരു പോണാലും നനയ്ക്ക മാട്ടെ. വിചാരിച്ചാൽ ഞാൻ പുലിയെ വേണേലും പിടിക്കും, പക്ഷെ ജീവൻ പോയാലും വിചാരിക്കുകയില്ല, അത്രേ ഉള്ളൂ. ഇസ്രായേല് അവർക്ക് നന്നായി ജീവിക്കാനുള്ള താല്പര്യമുണ്ട്. പക്ഷേ ഈ താല്പര്യം കൊണ്ട് ഇവർ ഈ പ്രമാണത്തിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നു താല്പര്യമൊന്നുമല്ല നടക്കുന്നത്, മറ്റെന്തോ നടക്കുന്നത്. അപ്പം അനുസരിക്കണമെന്ന വ്യവസ്ഥ അകത്തളത്തിൽ ബുദ്ധി കൊണ്ട് സംസാരിച്ചാലും അനുസരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ അവൻ്റെ ജഡം കൊണ്ട് സമ്മതിക്കേണ്ടി വരുന്നു. ഈ ഡുവൽ പേഴ്സണാലിറ്റി പോലൊരു കളി. അവൻ്റെ മനസ്സുകൊണ്ട്, ബുദ്ധി കൊണ്ട് അവൻ പറയുകയാണ്, എനിക്ക് പ്രമാണം അനുസരിക്കണം, കാരണം ഇത് ദൈവത്തിൻ്റെ പ്രമാണമാണ്, ദൈവം തന്നതാ, നീതിയാ, വിശുദ്ധമാ. പക്ഷേ അവൻ അതിനു വേണ്ടി എത്ര ശ്രമിക്കുന്നുവോ അത്രയും സ്ഥലത്ത് അവൻ അതിനെതിരെ ആകുന്ന വിധത്തിൽ ഇവനായിത്തീരുക. ഇപ്പോൾ ഇവനൊരു കാര്യം മനസ്സിലായി, എനിക്ക് എന്നിൽ തന്നെ കൺട്രോൾ ഇല്ല, എനിക്ക് എന്നിൽ തന്നെ ഒരു നിയന്ത്രണമില്ല. ഞാൻ നോക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നതൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ചിന്തിക്കുന്നതൊന്നും ചെയ്യുന്നതൊന്നും വേറെയും ആയാൽ അവനെ മാനസിക രോഗി, അല്ലേ? ഭ്രാന്തമായ ഒരവസ്ഥയിലെത്തി ഇസ്രായേൽ. ഇസ്രായേലിൻ്റെ ഭ്രാന്തമായ അവസ്ഥ അവനെ ആ വിധത്തിൽ ചിന്തിപ്പിക്കുക. അവൻ നോക്കുന്നു, നല്ലത് ചെയ്യാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ആഗ്രഹിക്കാത്ത തിന്മ അവൻ്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കുകയാണ്. ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുന്ന അവൻ പറഞ്ഞു, എനിക്ക് രക്ഷപ്പെടാൻ വയ്യ, എനിക്ക് എന്ത് ചെയ്യണം? എന്നെ ആരെങ്കിലും വിടുവിക്കണം, രക്ഷിക്കണം. ഇതൊന്ന് പറയിപ്പിക്കാനാ ദൈവം ഈ പ്രമാണം കൊടുത്തത്. ഇത് അവനെ കൊണ്ടൊന്ന് പറയിപ്പിക്കണം. എന്ത്?
എനിക്ക് സ്വന്തമായി രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല, എന്നെ മറ്റൊരാൾ രക്ഷിച്ചായിരുന്നെങ്കിൽ എന്ന് ഒന്ന് നിലവിളിച്ചിട്ട്, അയ്യോ ഞാൻ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ, എന്നെ ഈ അരിഷ്ടതയിൽ നിന്ന് ആര് വിടുവിക്കും എന്ന് ചോദിക്കുമാറ് അവനിൽ നിന്ന് ഈ നിലവിളി ഉയർന്നു വരേണ്ടതിന് ദൈവം കൊടുത്ത ഒരു ഫിൽറ്റർ പേപ്പറാണ് ഈ മായം വെളിപ്പെടുത്തിയത്. അല്ലേ, പറഞ്ഞു മനസ്സിലായോ? പെട്രോൾ പമ്പിലൊക്കെ ചെന്നാൽ മായം ഉണ്ടെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യും? ഒരു ഫിൽറ്റർ പേപ്പറോ എന്തെങ്കിലുമൊക്കെ ടെസ്റ്റിന് പറ്റിയ സാധനങ്ങളുണ്ട്, അത് തന്നാൽ അതിട്ട് നോക്കും. ഇട്ട് നോക്കിയാൽ നല്ല പെട്രോൾ ആണെന്ന് പറഞ്ഞ സാധനം പോലും വ്യാജമുണ്ടെങ്കിൽ അതിലൂടെ തെളിയും. ഇപ്പോൾ ഈ പ്രമാണം ദൈവം കൊടുത്തപ്പോഴാണ് മനസ്സിലായത്, എന്നിൽ ഞാനല്ല, മറ്റാരോ മുതലാളിയായിട്ടിരിപ്പുണ്ട്. ഞാനല്ലാത്ത ഒരു യജമാനൻ, എൻ്റെ മേൽ ഭരിക്കുന്ന മറ്റൊരു യജമാനൻ എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നുണ്ട്. ഇനി റോമാലേഖനത്തിലേക്ക് തന്നെ നമുക്ക് വരാം. അതിൻ്റെ 3-ാം അധ്യായം 19-ാമത്തെ വാക്യം മുതൽ. സർവ്വനാവും അടഞ്ഞു മിണ്ടാതിരുന്നിട്ട് പറയണം, ഞങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു എന്നല്ല, ശിക്ഷിക്കപ്പെട്ടു എന്ന് പറയണം. അതുകൊണ്ട് ഒരൊറ്റയാളും വന്നിട്ട് ഞാനിത് റെഡിയാ കർത്താവെ ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാൻ ഒരൊറ്റ മനുഷ്യനും പറ്റില്ല. ഓക്കെ, ന്യായപ്രമാണത്താൽ വന്നതെന്താ? ഈ ജ്ഞാനവും പരിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം, ജ്ഞാനം വേണം ഇൻ്റലക്ച്വലായിട്ട് ഇങ്ങോട്ട് സ്വീകരിക്കാം, പരിജ്ഞാനം അകത്തുനിന്ന് അനുഭവിച്ച് പുറത്ത് വരണം. അതാ തമ്മിലുള്ള വ്യത്യാസം. ജ്ഞാനം ഇന്ദ്രിയങ്ങൾ വഴി അകത്തേക്ക് സ്വീകരിക്കാം, പുറമേ നിന്ന് കിട്ടും. എന്നാൽ അത് അനുഭവമായി പുറത്തേക്ക് വരണമെങ്കിൽ ഇതിനകത്ത് ഇത് വർക്ക് ചെയ്യണം. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ജ്ഞാനമായി വരുമ്പോഴാണ് ഇതെന്താകുന്നത്? പരിജ്ഞാനം. നമ്മൾ ഈ വിവേകത്തെ പരിജ്ഞാനം എന്നൊക്കെ വിളിക്കാറുണ്ടെങ്കിലും അങ്ങനെയല്ല ബൈബിൾ പറയുന്നത്. പരിജ്ഞാനം, പരിഗ്രഹണം, അതുപോലെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന പരിശുദ്ധി, ഇതൊക്കെ അങ്ങനെ ഒരു അർത്ഥത്തിലാണ്. അകത്ത് അതിൽ നിന്ന് തന്നെ ഉളവായി വന്നതെന്നൊക്കെ അർത്ഥമാക്കാവുന്നു. ഇവിടെ ന്യായപ്രമാണം കൊണ്ടുവന്നിട്ട് എന്ത് പരിജ്ഞാനം ഉണ്ടായത്? പാപത്തെക്കുറിച്ചുള്ള ഒരു പരിജ്ഞാനം ഉണ്ടായി. പാപം എന്ന് പറഞ്ഞാൽ എന്താ? ബൈബിൾ എന്താ പാപത്തെക്കുറിച്ച് പറയുന്നത്? കള്ളു കുടിക്കുന്നത്, വീട് വലിക്കുന്നത് പാപമാണെന്ന് ബൈബിൾ എഴുതിയിട്ടുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ആശ്വാസം അല്ലേ? പാപത്തിന് ആ വക ഡെഫിനേഷനൊന്നും ബൈബിൾ കൊടുക്കുന്നില്ല. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതൊക്കെ പാപമാണെന്ന് പറയുന്നൊരു വാക്ക് നമുക്കറിയാം. അതൊന്നും ഒരു ഡെഫിനേഷൻ അല്ല, അല്ലേ? പാപത്തിന് ആ വക കാര്യങ്ങളൊന്നും, ഇന്ന പ്രവൃത്തിയാണ് പാപം എന്ന് പറയാമെന്ന് വന്നാൽ, ഞാൻ ഒരാളെ കൊല്ലുന്നത് അല്ലെ ഞാൻ നുണ പറഞ്ഞതാണ് പാപമെങ്കിൽ, എബ്രായ ലേഖനം 12 പറയുന്നുണ്ട്, പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നിങ്ങൾ എതിർത്ത് നിന്നിട്ടില്ല. അപ്പോൾ പാപത്തോട് എന്തുണ്ട്? പോരാടേണ്ടതുണ്ട്. എപ്പോഴാണ് പോരാടേണ്ടത്? പാപം ചെയ്തു കഴിഞ്ഞിട്ടോ? പ്രവൃത്തിയാണ് പാപമെങ്കിൽ, ഞാൻ ഒരാളെ കൊന്നതാണ് പാപമെങ്കിൽ, കൊന്നു കഴിഞ്ഞിട്ട് ഞാൻ എന്താ ഈ പാപത്തോട് പോരാടുന്നത്? പറ്റുമോ? പാപത്തോട് പിന്നെ പോരാടുക, പാപം ഓൾറെഡി കഴിഞ്ഞു, പണിയെല്ലാം തീർത്ത് എന്നെ ആ കോലത്തിലാക്കി കഴിഞ്ഞു. പിന്നെ ഞാൻ പോരാടുകയല്ല ചെയ്യുക, പോരാടാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ ഞാൻ കിടക്കുക ചെയ്യുന്നു, കുറ്റവാളിയായി, അല്ലേ? അപ്പോൾ പാപത്തോട് പോരാടുക എന്ന് പറയുന്നത് ഈ പ്രവൃത്തി അല്ല എന്ന് നമുക്കറിയാം. പ്രവർത്തിക്കുന്നതിന് മുമ്പാണ് എന്ത് ചെയ്യേണ്ടത്? പോരാട്ടം നടക്കേണ്ടത്. അങ്ങനാണെങ്കിൽ പാപമെന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നതിന് മുമ്പുള്ള ഏതോ ഒരവസ്ഥയാണ്. നമ്മളാ ചെയ്ത് തീർത്ത പണി ചെയ്യുന്നതിന് മുമ്പ് ഉള്ള ഏതോ ഒരു അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്? പാപം. അപ്പം അവിടെയായി പോരാട്ടം നടക്കേണ്ടത്. നമ്മുടെ പണി, നമ്മുടെ വർക്ക് അവിടെയാണ്. ചെയ്തേച്ച് പോയി കർത്താവെ കഴുകണമെന്ന് പറഞ്ഞ് മുനിസിപ്പാലിറ്റിയുടെ വാട്ടർ പൈപ്പ് പോലെ കർത്താവിൻ്റെ രക്തത്തെ കാണുന്ന പരിപാടി അല്ലത്. അതിനകത്ത് വ്യത്യാസമുണ്ട്. അതിനകത്തെ വ്യത്യാസം, ഒരു ദൈവ പൈതലിന് പാപത്തെ തിരിച്ചറിയാനുള്ള വിവേകമുള്ളപ്പോൾ തന്നെ, ഇതില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ പോലും നമ്മിൽ വസിക്കുന്ന പാപത്തെ തിരിച്ചറിയാൻ ദൈവം പ്രമാണം വച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്ന ഈ വിഷയം അത്ര ഒരു ഉണർവ്യോഗം പോലെ തോന്നില്ലായിരിക്കാം. ചില കാര്യങ്ങൾ റിമാൻഡായി കിട്ടിയാൽ നന്നായിരിക്കും. അപ്പോൾ പാപം ചെയ്ത് കഴിഞ്ഞ് നമുക്കതിനോട് ഒന്നും ചെയ്യാനില്ല, ശിക്ഷ മേടിച്ചാൽ മതി. ഇല്ലെങ്കിൽ കർത്താവ് ക്ഷമിച്ച് തരുന്നത് സ്വീകരിക്കണം. അപ്പോൾ പാപത്തോട് പോരാടണമെങ്കിൽ എന്ത് ചെയ്യണം? പാപം ചെയ്യുന്നതിന് മുമ്പ് പോരാടണം. അങ്ങനാണെങ്കിൽ ആ യുദ്ധക്കളം പ്രവൃത്തിയുടെ അവയവത്തിലല്ല, ചിന്തയുടെ മണ്ഡലത്തിലാണ്.
മനസ്സിലാകുന്ന ഞാൻ പറഞ്ഞത്? ആ പോരാട്ടം നടക്കേണ്ടത് നമ്മുടെ പ്രവൃത്തി നടക്കുന്ന സ്ഥലത്തല്ല, അതിനു മുമ്പ് തന്നെ ആകണം. എന്നാലേ ജീവൻ പോയാലും എനിക്കിത് വേണ്ട എന്ന് പറയാനുള്ള തീരുമാനമുള്ളവന് മാത്രമേ ഈ വിഷയങ്ങളുടെ മേൽ പോരാടി ജയിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ പോരാട്ടമുണ്ട് ഉണ്ടെന്നൊക്കെ പറയുന്നത് എന്താ? മുഴുവൻ പിശാചിനെ കുറിച്ച് പറയുന്ന കേസ്. അതൊന്നും അല്ലത്. വാഴ്ചകളോടുള്ള പോരാട്ടം ഈ വാഴ്ചയാണ്. അതുകൊണ്ട് ഈ മുണ്ട് വിരിക്കുന്നവരെ അങ്ങ് വിട്ടേക്കുക. ഏതാ? ബന്ധനമുണ്ട്, വിടുതലുമുണ്ട്, പോരാട്ടമുണ്ട്. അത് വിരിച്ചതിനകത്ത് വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ അവരത് മേടിച്ചോണ്ട് പോക്കോട്ടെ. നമുക്ക് ആവകം മുണ്ടിനകത്തൊന്നും വേണ്ട. ആത്മീകൻ പോരാട്ടത്തിന് തയ്യാറാകുന്നത് നമ്മുടെ പാപപ്രവർത്തിക്ക് സാധ്യതയുണ്ടാകാതെ വണ്ണം അതിനെ ജയിക്കേണ്ടതിന് അതിനു മുമ്പുള്ള കുരുന്ന് സമയത്തിലാണ് നമുക്കത് ചെയ്യേണ്ടത്. കർത്താവ് ഒരിക്കൽ പറഞ്ഞു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ പാപം ചെയ്തു. അല്ലേ? കാണുന്നവൻ പാപം ചെയ്തെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഉലകത്തിൽ മുഴുവൻ രക്ഷപ്പെടുപോലും. കാണുന്നവനല്ല പാപം ചെയ്യുന്നത്, പിന്നെ ആരാ പാപം ചെയ്യുന്നത്? എന്ത് തമ്മിലുള്ള വ്യത്യാസം? കാണുകയും നോക്കുകയും തമ്മിലുള്ള വെച്ച്. കാണുന്നത് യാദൃശ്ചികം, നോക്കുന്നത് മനഃപൂർവ്വം. അല്ലേ? കാണുന്നത് എന്താ? യാദൃശ്ചികം. ലോകത്തിൽ കാണുന്നത് കണ്ണുള്ളവൻ്റെ ഒരു അവസ്ഥയാണ്. കണ്ണുണ്ടെ കണ്ടുപോകും. പക്ഷെ കാണുന്നതിനെ അകത്തു സ്വീകരിച്ച് താല്പര്യത്തിലൂടെ നോക്കാനുള്ള തീരുമാനമെടുത്ത് നമ്മുടെ കണ്ണുകളെ രണ്ടാമത് ഉപയോഗിക്കുമ്പോൾ അത് നോക്കുന്നവനായി മാറി. മനസ്സിലാവുന്ന ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇത് ഇത്രയും ടൈമിനിടയ്ക്ക് എന്ത് നടക്കാം? പോരാട്ടം നടക്കാം. ഇത്രയും സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം? പാപത്തോട് പോരാട്ടം നടക്കാനുള്ള ഫീൽഡ് അവിടെ ഉണ്ട്. അതുകൊണ്ട് പാപമെന്ന് നാം കാണേണ്ടത് പ്രവൃത്തി മണ്ഡലത്തിൽ തികഞ്ഞ ശേഷം പുറത്തു വന്ന ഒരു പ്രൊഡക്റ്റ് അല്ല, അതിനു മുമ്പ് അകത്തളത്തിൽ നിന്നെ കൊണ്ടത് ചെയ്യിക്കുന്ന കർത്തൃത്വമാണ്. നമ്മുടെ അകത്തളത്തിൽ നമ്മെ കൊണ്ട് ചെയ്യിക്കുന്ന, താല്പര്യം ജനിപ്പിച്ച് മുന്നോട്ട് തള്ളുന്ന, മോഹം ജനിപ്പിച്ച് അതിനെ കൊണ്ട് തള്ളിക്കാൻ നമ്മുടെ അവയവങ്ങളെ ഉപയോഗിക്കുന്ന ഒരു കർത്താവാണ് അകത്തുള്ളത്. അവനാണ് പാപം. കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? കർത്തൃത്വം ഉള്ളവൻ, ഉടമസ്ഥൻ, യജമാനൻ. അങ്ങനാണെങ്കിൽ പാപം എന്ന ഈ ഒരവസ്ഥയെ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചു. ആദാം മുതൽ മോശ വരെയുള്ള കാലഘട്ടത്തിൽ പാപം മരണത്തോടുകൂടെ ഇവിടെ വാണിരുന്നു. പക്ഷേ ലംഘനമുണ്ടായില്ല. എന്താ കാരണം? നിയമമുണ്ടായിരുന്നില്ല. നിയമമുണ്ടെങ്കിലേ എന്ത് നടക്കുന്നുള്ളൂ? ലംഘനം നടക്കുന്നുള്ളൂ. അതുകൊണ്ട് ലംഘനമില്ലാതെ പാപം തുടർന്നപ്പോൾ ഈ വിധത്തിൽ തുടരുന്ന മനുഷ്യന്റെ നടുവിലേക്ക് കർത്താവ് ഒരു സ്പെഷ്യൽ ഗ്രൂപ്പിനെ തന്നെ വേർതിരിച്ച് അവർക്ക് കഴിവും പ്രാപ്തിയും നല്ല സ്ഥലവും സെക്യൂരിറ്റിയും കൊടുത്തിട്ട് അതിന്റെ നടുവിൽ ഒരു സ്കെയിൽ വെച്ചിട്ട് പറഞ്ഞു, ജീവിച്ച് കാണിക്ക്. നീ ഒന്ന് ജീവിച്ച് കാണിക്കും, നീ ഒന്ന് കാണിക്കും. ഇതാണ് എൻ്റെ മാനദണ്ഡം, ഇതാ നിന്റെ സ്വഭാവം, ഇതാ നീ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് ചെയ്തിട്ടിങ്ങ് വാ, ഞാൻ എന്ത് ചെയ്യാം? ഇത് ചെയ്യുന്നവൻ ഇത് മൂലം ജീവിക്കും, ഇത് ജീവൻ തരാന്ന് പറഞ്ഞു. ന്യായപ്രമാണം അനുസരിച്ചിട്ട് ആരെങ്കിലും അകത്ത് വന്നാൽ ജീവിക്കാം. ഒരൊറ്റയാളേ ജീവിച്ചുള്ളൂ, അല്ലേ? ഒരൊറ്റയാൾ മാത്രമേ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചിട്ട് ജീവൻ പ്രാപിച്ചുള്ളൂ. അത് എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൻ്റെ കീഴെ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് പുത്രത്വം പ്രാപിപ്പാൻ അവകാശം കൊടുക്കാൻ കഴിവുള്ളവനായതുകൊണ്ട്. ഗലാത്യർ 4:4 ഞാൻ പറഞ്ഞ വാക്യം അല്ലേ? ഗലാത്യർ 4:4 ആ വാക്യം പറയുന്നത്, കർത്താവ് ഇവിടേക്ക് വന്നത് ഏത് പ്രമാണത്തിന്റെ കീഴിലാ? ന്യായപ്രമാണത്തിന്റെ കീഴെ വന്നു. എന്നിട്ടോ അവനെ ന്യായം വിധിച്ച് കടലിൽ തള്ളിയോ? ഇല്ല. കാരണം എന്താ? ന്യായപ്രമാണ പ്രകാരം വിധിക്കുവാൻ കർത്താവിനെ വിളിച്ചു നിർത്തിയാലും ഒരൊറ്റ ലംഘനവും ഉളവാവില്ല. ഒരൊറ്റ ലംഘനവും ഉളവാവില്ല. കാരണം പ്രമാണം അനുസരിച്ച് വാഗ്ദത്തം കിട്ടണമെങ്കിൽ ഒരൊറ്റ ആൾക്കേ അതിനുള്ള അവകാശമുള്ളൂ, നമ്മുടെ യേശുവിന്.
അല്ലാതെ മറ്റൊരുവനും ഇതുകൊണ്ട് ജീവൻ പ്രാപിച്ചിട്ടില്ല. ഇനി യഹോസാക്ഷി പറഞ്ഞതുപോലെ യേശുവിനെ പാപമേറ്റെടുത്ത വകയിൽ മരിച്ച് തള്ളുമ്പം നരകത്തിൽ തള്ളണമായിരുന്നു നീതി എന്ന് പറഞ്ഞാലും അത് അതേപടി തത്വത്തിൽ ഇങ്ങ് അംഗീകരിച്ചാൽ പോലും ഞാൻ പറയട്ടെ, അവൻ ന്യായപ്രമാണം എടുത്തു വെച്ചാൽ അവൻ ജീവൻ പ്രാപിക്കാൻ അവകാശിയാണ്. അവൻ ന്യായപ്രമാണം ഇങ്ങോട്ട് എടുത്തു വെച്ചിട്ട് പറയാ ഇതെനിക്ക് ജീവൻ്റെതാണെന്ന് പറഞ്ഞാൽ നോഹ പറയാൻ ഒരു ദൈവനീതിയും എതിര് നിൽക്കില്ല. കാരണം അവൻ അവകാശിയായിട്ട് തന്നെയാണ് ന്യായപ്രമാണം നിവർത്തിച്ചത്. ഓക്കെ, അപ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ ഇസ്രയേൽ ജനം ഈ ന്യായപ്രമാണം കൂടെ നിന്നപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, മോഹിക്കരുത് എന്നാര് പറയുന്നു? ന്യായപ്രമാണം പറയുന്നു. അപ്പോഴാണ് മനസ്സിലായി അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ, എന്നാ വേണ്ട, ഇനിമേൽ മോഹിക്കുന്നില്ല. ഓക്കെ, മോഹിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിച്ചു എന്ന് തീരുമാനിച്ചപ്പോൾ കർത്താവ് അവർക്ക് കൊടുത്ത പ്രമാണം അവരുടെ സന്നിധി ശക്തമായിരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തു? മോഹിക്കാതിരിക്കാനുള്ള ശ്രമം അവർ നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി അവരെ കൊണ്ട് പറ്റുന്നില്ല. ഞാനീ പറയുന്നത് എൻ്റെ ഭാവനയൊന്നുമല്ല, റോമാലേഖനം 7:7 മുതലുള്ള വാക്യങ്ങളാണ്. ആകയാൽ നാം എന്ത് പറയേണ്ടു? വായിക്കാം. മതി, ആ ഭാഗങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. ഇവിടെ പറയുകയാണ്, മോഹിക്കരുതെന്ന് ന്യായപ്രമാണം പറഞ്ഞു, ഞാൻ തീരുമാനിച്ചു. പക്ഷേ മോഹം എന്ന് പറഞ്ഞൊരു പരിപാടി എൻ്റെ അകത്തുണ്ടെന്ന് ഞാനിപ്പോൾ അറിഞ്ഞു. സാധനം എൻ്റെ അകത്തിരിപ്പുണ്ട്. ഇത് ഈ സാധനം വെച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് എൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ തീരുമാനിച്ചു ഇതുവരെ അനങ്ങാതിരുന്ന സാധനം ഇത് അവിടെ അനങ്ങാതിരുന്നോട്ടെ. പക്ഷെ ഇപ്പം മോഹിക്കുമ്പോൾ ഒരു വിഷയമുണ്ടായി, ലംഘനം നടന്നു തുടങ്ങി. ഇപ്പം നിയമം തെറ്റിച്ചു തുടങ്ങി. കാരണം ഓൾറെഡി നിയമം വന്നു, നിയമം സ്ഥാപിതമായതുകൊണ്ട് ഇതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം രക്തം തളിച്ച് ഉടമ്പടി ചെയ്ത് ഞങ്ങൾ സമ്മതിച്ചതാ, ഞങ്ങൾ ഈ പ്രമാണത്തെ ഏറ്റെടുത്തതാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ കീഴിൽ നിന്ന് മോഹത്തെ മനസ്സിലാക്കിയപ്പോൾ, ഈ മോഹവുമായി ഞാൻ ജീവിക്കാൻ മുന്നോട്ട് പോയപ്പോൾ എവിടെ അവസരമുണ്ടാകുന്നോ അപ്പോൾ ഈ കൽപ്പന പൊങ്ങി വന്ന് എന്നെ കൊണ്ട് ലംഘനം ചെയ്യിച്ച് ഞാൻ പാപിയാവും. എവിടെ ചാൻസ് കിട്ടിയാലും ഞാൻ ട്രൈ ചെയ്യും, വീഴും. അപ്പോൾ അവസരത്തിൽ അധപ്പതിക്കുന്ന രീതിയിൽ മനുഷ്യന്റെ നിഷ്ക്രിയത്വം വെളിപ്പെട്ടു തുടങ്ങി. സാഹചര്യം വരുമ്പോൾ എന്നുവെന്നും വീണു എഴുന്നേൽക്കുന്നവരായിരുന്നു ന്യായപ്രമാണക്കാർ, ചില പെന്തക്കോസ്തുകാരും അല്ലേ. എന്നാൽ ന്യായപ്രമാണത്തിന്റെ കീഴിൽ വന്നപ്പോൾ ഇപ്പൊ ഇതുവരെ നിഷ്ക്രിയമായിരുന്ന പാപം ഇപ്പൊ ജീവൻ പ്രാപിച്ച പാപമായി. പാപത്തിനുണ്ടൊരു ജീവൻ അല്ലേ. പാപത്തിന്റെ ജീവനെ കൊണ്ടല്ലേ 9-ാമത്തെ വാക്യം പറയുന്നത്, ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു, എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിച്ചു, ഞാൻ മരിച്ചു. ഇപ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ ഇപ്പോഴൊരു ബോധ്യം വന്നു. എന്ത്? പാപത്തെ അറിയാൻ ഒരു വെളിവ് കിട്ടി. പാപം എന്നതിനെ വെളിപ്പെടുത്തുവാൻ ദൈവം തയ്യാറായി. ദൈവം എന്തിലൂടെ വെളിപ്പെടുത്തി? നിയമത്തിലൂടെ വെളിപ്പെടുത്തി. നിയമം തന്നിട്ട് നമ്മെ പാലിക്കാൻ ഏൽപ്പിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നിൽ ഞാനല്ല കർത്താവ്, മറ്റൊന്നാണ്. അപ്പോൾ എൻ്റെ ജഡത്തിൽ കർത്തൃത്വം നടത്തുന്ന പാപത്തെ തിരിച്ചറിയുവാൻ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അതെന്തായിരുന്നു? ന്യായപ്രമാണത്തിൻ്റെ നിയമം. അത് ഭൂമിയിലില്ലായിരുന്നു എങ്കിൽ പാപത്തെ ഞാൻ അറിയുകയില്ലായിരുന്നു. അങ്ങനാണെങ്കിൽ ന്യായപ്രമാണം ദൈവം തന്നത് ജീവിപ്പിക്കാനല്ല, കൊല്ലാനാണ്. ന്യായപ്രമാണം ദൈവം ഭൂമിയിലേക്ക് വച്ചത് നാം രക്ഷപ്പെടാനല്ല, നാം ശിക്ഷിക്കപ്പെടാനാണ്. അതിൻ്റെ വാഗ്ദത്തങ്ങളോ അതിൻ്റെ ശിക്ഷയോ അതുമായി ബന്ധപ്പെട്ടവർക്കുള്ളതാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തെ ഭൂമിയിലേക്ക് ദൈവം വെളിവാക്കിയതിൻ്റെ പ്രഥമ ലക്ഷ്യം എന്തായിരുന്നു?
പാപത്തെ വെളിപ്പെടുത്തുക. പാപം എന്നത് പ്രവൃത്തിയല്ല, പിന്നെ എന്താണ്? 7-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്ന കാര്യമാണ് ആ വാക്യങ്ങളൊക്കെ. അത് വേണമെന്ന് വായിക്കുന്നത് നന്നായിരിക്കും അല്ലെ. 13 മുതലുള്ള വാക്യം, ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ. മതി. ആ വാക്യങ്ങൾ പൗലോസ് പറയുകയാണ്, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ള് ഒന്ന് തുറന്ന് കാണിക്കുവാൻ ദൈവം എന്ത് വെച്ചു? പ്രമാണം കൊണ്ടുവന്ന് ലോകത്തിൽ വെച്ചു. ഈ പ്രമാണം വെച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായത്, ഞാനല്ല ഈ ഞാൻ, എന്നിൽ വേറൊരാളുണ്ട്. ഞാനെന്ന് പറയുന്ന എന്നെ എൻ്റെ ഇഷ്ടത്തിന് നടത്താൻ പറ്റുന്നതല്ല എൻ്റെ അവസ്ഥ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എപ്പോൾ തിരിച്ചറിഞ്ഞു? ഈ പ്രമാണം കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചപ്പോൾ ഇതിനകത്തൂടെ അപ്പുറം കിടക്കാൻ കഴിയാതെ ഞാൻ താല്പര്യപ്പെട്ടിട്ടും ഇപ്പുറത്ത് കിടക്കുന്നത് കൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ പാപം കർത്തൃത്വം നടത്തുന്നു. ദ ലോഡ്ഷിപ്പ്, ആ ഒരു ലോഡ്ഷിപ്പാണ് ന്യായപ്രമാണം പുറത്തു കൊണ്ടുവന്നത്. അതുകൊണ്ട് കന്നുകാലിയുടെ വേറും പിറപ്പ് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ അത് പറയാനും, വീടിൻ്റെ പ്രതിഷ്ഠയ്ക്ക് നീ അകത്ത് വരുമ്പോൾ പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് വിളിച്ചു പറയാനൊന്നും എഴുതിയ സാധനമല്ലിത്. അതൊന്നും നമുക്കുള്ളതല്ല. നമുക്ക് വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞാൽ നമുക്ക് ക്രിസ്തുവുമായിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്നും കൂടെ പറയേണ്ടി വരും. പിന്നീട് ആ ഭാഗങ്ങൾ നമുക്ക് അന്നേരം ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇങ്ങനെ വന്ന് പാപത്തിന് ശിക്ഷാവിധിയുണ്ട് എന്നത് മനസ്സിലാക്കിയപ്പോൾ സകല മനുഷ്യനും ഒരുപോലെ സമ്മതിച്ചു, എല്ലാവരും ശിക്ഷിക്കപ്പെടണം. അങ്ങനെയാണ് ദൈവം വെച്ച ഈ പ്രമാണത്തിൻ്റെ കീഴിൽ മാനവജാതി മൊത്തം അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ഈ മാനവജാതിക്ക് പിന്നെ എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ദൈവം വെച്ച പ്രമാണം ഊവെന്ന് പറഞ്ഞ് പിന്നെ നോ എന്ന് പറയാൻ പറ്റും? നമ്മളാണ് ഇവിടെ ജീവനോടെ ഇരിക്കുന്നുണ്ട്. മനുഷ്യൻ, മാനവജാതി ലോകത്തുകൊണ്ട് ന്യായപ്രമാണത്തിന് നീക്കവും വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? ഇതെക്കാലവും തുടരുക തന്നെ വഴിയുള്ളൂ, വേറൊരു വഴിയുമില്ല. മരണശിക്ഷ വിധിക്കപ്പെട്ടാൽ പോലും നമുക്ക് ന്യായം വിധിക്കണമെങ്കിൽ നമ്മുടെ മരണം കഴിയണ്ടേ? അതുവരെ നമുക്ക് രക്ഷപ്പെടാൻ, അങ്ങനെയാണെങ്കിൽ ആദാമ്യ കുലത്തിൽ ഒരെണ്ണത്തിനും രക്ഷപ്പെടാൻ അവകാശം ഇല്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ, പകുതി മുറിച്ച് കേട്ടേച്ച് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ആദാമ്യ കുലത്തിൽ ഈ ജഡത്തിൽ വസിക്കുന്ന ഒരു മനുഷ്യനും രക്ഷപ്പെടാൻ അവകാശമില്ല. കാരണം അവനൊക്കെ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്. ഈ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മാനവജാതി എന്ന ഭാര്യ രക്ഷപ്പെടുക. കാരണം എന്താ? ഡൈവോഴ്സ് ചെയ്തിട്ട് ഞാൻ കർത്താവിൻ്റെ കൂടെ പോകുക എന്ന് പറഞ്ഞാൽ കർത്താവിന് നമ്മെ വേണ്ട. കാരണം എന്താ? അവൻ അധർമ്മിയൊന്നുമല്ല, അവന് നമ്മളെ വേണ്ട. കർത്താവിന് നമ്മെ ഇതിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞാൽ പറ്റില്ല. കാരണം ദൈവം തന്നെയാണ് എന്ത് വെച്ചത്? ന്യായപ്രമാണം വെച്ചത്. എന്നിട്ട് ദൈവം തന്നെ അത് ലംഘിക്കാൻ പറ്റില്ല എന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് ഒരു കാലവും മരണമില്ല. അതെന്താ നമുക്ക് തന്നത്? നമുക്ക് മരണം തന്നു. എന്താ? നിങ്ങൾ മരണയോഗ്യരാണെന്ന് അത് വെച്ച് വിധിച്ചു. എന്നിട്ട് ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ച ഒരുവൻ എന്ത് ചെയ്തു? മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, അപ്പുറത്ത് മാറി നിന്നു. എന്നിട്ട് പറയുകയാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ച് നിങ്ങൾ ആ ബന്ധം തീർത്ത് വരാൻ തയ്യാറുള്ളവനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാ. മനസ്സിലായോ പറഞ്ഞത്? ന്യായപ്രമാണവും മനുഷ്യനും തമ്മിലുള്ള ഉടമ്പടി തെറ്റാൻ പറ്റില്ല. ദൈവത്തിന്റെ പ്രമാണത്തിന് മരണമില്ല.
പിന്നെ ആകെ മരണമുള്ളത് ആർക്കാ? എനിക്ക് നിങ്ങൾക്കുവാ, വേറെ ആർക്കും മരണമില്ല അല്ലേ? നമുക്കേ മരിക്കാൻ പറ്റൂ. അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ അതിൻ്റെ കീഴിൽ വന്ന് അതിന് മരണമെന്ന അവകാശം എൻ്റെ മേൽ ഇല്ലാതിരുന്നിട്ട് കൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇപ്പുറത്ത് മാറിയപ്പോൾ നിങ്ങളാണെങ്കിൽ താല്പര്യമുള്ളവനുണ്ടെങ്കിൽ, പാപത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നിലവിളിക്കുന്ന വല്ലവനുമുണ്ടെങ്കിൽ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്നെ ആര് വിടുവിക്കുന്നു നിനക്കൊരു ബോധമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യ? നീ അവിടെ മരിക്ക്. നീ മരിച്ച ബന്ധം വിട്. ആ ബന്ധം, ആ വിവാഹ ബന്ധം അവിടെ വെച്ചല്ലോ നിയമം തീർക്ക്. എന്നിട്ട് നീ എന്ത് ചെയ്യ? മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ മറ്റൊരുവനാകേണ്ടതിന് നീ എൻ്റെ അടുക്കലേക്ക് വാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രമാണത്തിന് മരണമില്ല, പിന്നെ ആർക്കാ മരണമുള്ളത്? നമുക്കാ മരണമുള്ളത്. ഈ മരണം എന്തിലൂടെ കിട്ടി? ന്യായപ്രമാണത്തിലൂടെ കിട്ടി. ന്യായപ്രമാണം നമ്മെ ശിക്ഷയ്ക്ക് വിധിച്ചു, മരണത്തിന് വിധിച്ചു, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനാണെങ്കിൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം നന്മയ്ക്കായുള്ളത്, എനിക്ക് മരണം ഉളവാക്കുന്നു. അത് പാപത്താൽ എനിക്കുണ്ടായതാണ്, അത്യന്തം പാപമായി തീർന്നതാണ്, അത് ആത്മീകമാണ്. ഞാൻ ജഡമയനും പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനുമാണ് എന്നതിനാൽ ഞാൻ അതിലൂടെ വന്ന് ചാകാൻ തയ്യാറായി. ഈ മരണം നടക്കാതെ മറ്റ് രക്ഷയും താല്പര്യപ്പെട്ട് പെന്തക്കോസ്തിനകത്ത് കയറിയ ഒരുപാടെണ്ണമുണ്ട്. മറ്റൊരുത്തലിനും ഇല്ലാത്ത രക്ഷ എന്താ? ആത്മരക്ഷ അല്ലേ? ശരീരരക്ഷയോ ഭൗതിക രക്ഷയോ ഒക്കെ മറ്റു പലരിലും ഉണ്ട്. ഏതോ ഒരു ക്രിസ്ത്യാനി ആയിരുന്നെന്ന് പേരുള്ള ഒരുത്തിന് ശബരിമലയിൽ കയറിയിട്ടാണ് മക്കളുണ്ടായെന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അവന് മക്കളില്ലായിരുന്നു. പാട്ടുകാരൻ യേശുദാസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിൽ പല രക്ഷയും പലയിടത്തുമുണ്ട്. മറ്റൊരുത്തലിലും ഇല്ലാത്ത രക്ഷ ആത്മരക്ഷയാണ്. ബാക്കി രക്ഷയൊക്കെ പലയിടത്തുമുണ്ട് അല്ലേ? പണ്ടാരോ പറഞ്ഞ് രക്ഷ പ്രാപിപ്പാൻ പല മാർഗമുണ്ട് ബൈബിളിൽ നിന്ന്. എന്താ? അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കുന്നു എഴുതിയിട്ടുണ്ടെന്ന്. എന്ത് ഉപദേശവും എന്തും ചിലവാകുന്ന സ്ഥലമാണ് പെന്തക്കോസ്തുകാർ. ഏതും ചിലവാകും അല്ലേ? ലോക വങ്കത്തരം പറഞ്ഞാൽ ആൾക്കാർ പറയും അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഏത് വിവരക്കേടും പറയുന്ന സ്ഥലമാണ് പള്ളി എന്നതാണ്. ആരോ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു, തമാശന് പറഞ്ഞാണോ എന്ന് എനിക്കറിയില്ല, യേശു NRI ആണെന്ന് അവൻ പറയുന്നെന്ന്. നമ്മളൊക്കെ NRI എന്താ? ക്രൂശിൻ്റെ മുകളിൽ NRI എന്ന് എഴുതിയിട്ടുണ്ടെന്ന്. എന്ത് വിവരക്കേടിനും ജനം കൂട്ടു നിൽക്കുന്ന കാലം. ഏത് വിവരക്കേടും ചെലവാകും. അവരുടെയൊക്കെ ചിന്ത കർത്താവിനെ ഏതെങ്കിലും കാര്യത്തിൽ പുതിയ ആലോചന കൊണ്ടുവന്ന് പിടിപ്പിച്ചാൽ അത് ഇവനങ്ങ് ഹീറോ ആവുമെന്നാണ്. എന്തോ നടക്കട്ടെ, ഒരു കാര്യം ഓർക്കുക, കർത്താവിൻ്റെ വചനം പറയുന്ന വ്യവസ്ഥ അനുസരിച്ച് നമ്മുടെ മരണം എന്നത് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് ക്രിസ്തുവിനോട് ചേർന്ന് വ്യഭിചാരം ചെയ്യാൻ ദൈവം അനുവദിക്കില്ല. പറഞ്ഞ ആദ്യത്തെ വാക്യങ്ങളാണേ. എൻ്റെ വാക്കുകൾ ഷാർപ്പാണെങ്കിൽ ഓർക്കുക, ബൈബിളിലെ ഭാഗമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഭാഗം വേണേൽ ഒന്നുകൂടെ വായിക്കാം. റോമർ 7:1 മുതൽ. ജീവനോടിരിക്കുന്ന കാലത്തൊക്കെ ന്യായപ്രമാണം അവൻ്റെ തലയിലുണ്ട്. ഓക്കെ. ന്യായപ്രമാണം ചാകുകയില്ല. അത് ജീവനോടിരിക്കുന്ന കാലത്തോളം നീ അത് വിട്ടിട്ട് പോയാൽ കർത്താവിൻ്റെ കൂടെ കൂട്ടാൻ പറ്റില്ല എന്ന് ചുരുക്കം. ഓക്കെ. ഭർത്താവ് മരിച്ചുവെങ്കിലോ ന്യായപ്രമാണം മരിച്ചാൽ മതിയായിരുന്നു. നമുക്ക് പ്രമാണമില്ലാത്തത് കൊണ്ട് ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നു കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട്. ഓക്കെ.
ക്രിസ്തു ന്യായപ്രമാണ സംബന്ധമായി ഇവിടേക്ക് വന്നിട്ട് ന്യായപ്രമാണത്തിന്റെ ശിക്ഷാവിധി അവന്റെ മേൽ ഇല്ലാതിരുന്നിട്ട് കൂടെ അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങി പുത്രത്വം കൊടുക്കണമെന്ന വ്യവസ്ഥ പ്രകാരം അവൻ ന്യായപ്രമാണത്തിന്റെ കീഴിലേക്ക് വെച്ച് മരിച്ചു. അപ്പോൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഒരുവൻ അപ്പുറത്ത് നിൽക്കുക. അപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ ഒരു വഴിയായി. എന്താ വഴി? മരിച്ച ന്യായപ്രമാണത്തിൽ നിന്ന് നമ്മൾ വിടുതൽ. അപ്പൊ ഞാൻ മരിച്ചു, എൻ്റെ ജീവൻ ക്രിസ്തുവിലേക്ക് മറഞ്ഞു. ഞാൻ മരിച്ചു, എൻ്റെ മരണം ഓൾറെഡി നടന്നു കഴിഞ്ഞു. അല്ലേ? നിങ്ങൾ 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിച്ചാൽ അവൻ മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു, അവൻ ജീവിക്കുന്നതോ ദൈവത്തിന് ജീവിക്കുന്നു. ഔവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ അങ്ങനെ എണ്ണിയാലേ അങ്ങോട്ട് കടക്കാൻ പറ്റൂ. ഇല്ലാതെ കടക്കുന്ന വ്യഭിചാരമല്ല ബൈബിൾ പറയുന്നത്. മനസ്സിലാവും ഞാൻ പറഞ്ഞത്? നമ്മുടെ ജീവിതത്തെ മരണമെന്ന ടെർമിനലിൽ കൊണ്ടുപോയി വെച്ചിട്ടല്ലാതെ അങ്ങോട്ട് കടക്കരുത്. കുതിർന്ന ഭാവിയെ, ഉണങ്ങിയ ഭാവിയെ കുതിർന്ന ഭാവിയാക്കി വെള്ളത്തിൽ മുക്കി കയറ്റി കർത്താവിനോട് ചേർക്കാൻ പറ്റില്ല. മനസ്സിലാക്കാൻ പറഞ്ഞത്? ആ വിധത്തിലൊരു രീതി നമുക്കില്ല എന്ന് നാം മനസ്സിലാക്കുക. സമയം മുന്നോട്ട് പോയതുകൊണ്ട് അതങ്ങനെ വിശദീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പറ്റിയാൽ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും അത് കൂടുതൽ നോക്കാം. 6-ാം അധ്യായത്തിൽ ഈ കാര്യം ശക്തമായി പറയുന്നുണ്ട്. വേണ്ട 6 വേണ്ട, നമുക്ക് അതിന് മുകളിൽ നോക്കിയാൽ 5:17 മുതൽ നോക്കിയാൽ ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി വാഴും എന്ന് പറഞ്ഞാൽ 2 പേർ അപ്പുറത്ത് നിൽക്കുക. ഒരുത്തനിൽ ജനിച്ചവൻ ഒരെണ്ണം ഗുണം പിടിക്കുന്നില്ല. അവനെ രക്ഷിക്കാനും പറ്റില്ല. അവനെ പിന്നെ എന്ത് ചെയ്യാനേ പറ്റൂ? കൊല്ലാനേ പറ്റൂ. ആദാമിൽ എല്ലാവരും മരിക്കും. ഒരെണ്ണത്തിനും ആദാമിയ കുലത്തിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? മരിച്ചിട്ട് വേറൊരുത്തിന് പോയി ജനിക്കണം, അങ്ങോട്ട് മാറണം. അല്ലേ? 5-ാം അധ്യായത്തിൽ തന്നെ പറയുന്ന വാക്കുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതിന്റെ 14-ാം വാക്യം, 5:14. എങ്കിലും എന്ന് പറഞ്ഞാൽ പണ്ട് ഉണ്ടായിരുന്ന ആദാം, ആ ഏദൻ തോട്ടത്തിൽ നിന്ന് പുള്ളി ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നെന്ന്. അല്ലേ? ആദാം വരുവാനുള്ളവന്റെ എന്ന് പറഞ്ഞ ഷാഡോ ആയിരുന്നത്. ഒറിജിനൽ ആദാം ഏതായിരുന്നു എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ആദാമിൽ നിന്ന് ജനിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവന്റെ വ്യവസ്ഥയുള്ളൂ. പഴയ ആദാമിൽ ജനിച്ചവനൊക്കെ മരണത്തിന്റെ അവകാശിയാണ്. അതിൽ ഒരെണ്ണത്തിനെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കൊള്ളില്ല. ശരീരം പാപം നിമിത്തം മരിക്കണം, ദേഹി പാപം നിമിത്തം വൃത്തികേടായിരുന്നു, ആത്മാവ് പാപം നിമിത്തം വിട്ടുകിടന്നു. എന്നാൽ ക്രിസ്തു പാപം നിമിത്തമല്ല, അവൻ ജീവൻ നിമിത്തം നമുക്ക് ജീവൻ തന്നു. അവൻ ആത്മാവ് നിമിത്തം നമ്മുടെ ദേഹിയെ നന്നാക്കി. അവൻ നമുക്കൊരു പുതിയ ശരീരം തരുന്നു. ഒരുവൻ ക്രിസ്തുവിലാകുമ്പോൾ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അപ്പോൾ അവിടേക്ക് മാറ്റി ഒരു പുതിയ പരിപാടി തുടങ്ങുന്നത് എപ്പോൾ? നിന്റെ മരണം നടന്ന ശേഷം. അതിന് തയ്യാറല്ലാതെ മോഡിഫൈ ചെയ്ത് ഇതിനകത്ത് കുത്തിത്തിരുകരുത്. പഴയതിനെ റെക്ടിഫൈ ചെയ്യരുത്. അതല്ല നമ്മുടെ പരിപാടി. അതിനെ റെക്ടിഫൈ ചെയ്തിട്ട് അതിലെ നല്ലത് വെറുക്കരുത്. ലോകത്തിൽ നല്ലത് ഒരുപാടുണ്ട്. ബർണാഡ് ഷാ പറഞ്ഞതുപോലെ പട്ടി ചത്തതാണേലും അതിന്റെ പല്ല് നല്ലതാണ്. പലതിലും നല്ലത് പറയാൻ കാണും. പക്ഷേ നമ്മെ വിളിച്ചത് അതിനല്ല. നമ്മെ വിളിച്ചത് ഇവിടുത്തെ നന്മയും തിന്മയും തപ്പിപ്പെറുക്കി പഴയതിനെ റിപ്പയർ ചെയ്ത് ദൈവത്തിന് സമർപ്പിക്കാനല്ല. ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് അവന്റെ ഇഷ്ടത്തിന് നമ്മെ സമർപ്പിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ മറ്റൊരുത്തനോട് ചേർന്നിട്ട് ദൈവത്തിന് ഫലം കായ്ക്കേണ്ടതിനാണ് അവൻ നമ്മെ വിളിച്ചത്. അപ്പോൾ സമൂല പരിവർത്തനത്തിലൂടെ മരണം കഴിഞ്ഞ് തുടങ്ങുന്ന ഒരു പുതിയ സൃഷ്ടിയുടെ ആരംഭത്തിലൂടെ നാം ക്രിസ്തുവിലേക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയുന്ന ആദ്യത്തെ സ്റ്റേജാണ് അവനോട് ചേർന്ന് മരിച്ചാൽ അവനോട് ചേരുന്ന സ്നാനം. സ്നാനത്തെക്കുറിച്ച് ഇന്ന് രാത്രി പറയാൻ സമയമില്ല. ഈ 6-7 അധ്യായങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ പിന്നീട് വായിക്കുക. സമയവും സബ്ജക്റ്റും ആ വിധത്തിൽ അനുവദിക്കപ്പെട്ടാൽ അപ്പോൾ സംസാരിക്കാം. ഒരുപാട് സമയം ദീർഘമായി സംസാരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലെന്ന് എനിക്കറിയാം.
കാതലായ വിഷയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഒന്ന്, നമ്മുടെ മരണം കഴിഞ്ഞിട്ട് തന്നെയാണെങ്കിൽ വീണ്ടും അത് മരണത്തിന് ഉളവാകുന്ന പാപരാഗങ്ങളിൽ നമുക്ക് നമ്മെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അല്ലേ? 6:12. ഒരിക്കൽ കൊണ്ടുപോയി നിങ്ങളെ കൊന്നതായവൻ. ആര്? പാപത്തിന്റെ സ്വാധീനമല്ല, പാപത്തിന്റെ സാമീപ്യമല്ല, പാപത്തിന്റെ കർത്തൃത്വം. ഇത് മൂന്നായിട്ട് കാണണം. പാപത്തിന്റെ കർത്തൃത്വം, പാപത്തിന്റെ സ്വാധീനം, പാപത്തിന്റെ സാന്നിധ്യം. രക്ഷയുടെ ത്രികാല അനുഭവങ്ങളിലുള്ള കാര്യമാണ്. പാപത്തിന്റെ കർത്തൃത്വം നമ്മുടെ മേലില്ല. എന്തുകൊണ്ടാ? നമ്മൾ ചത്തു. മരിച്ചതോടെ ഇനി നമ്മുടെ മേൽ അവന് കർത്തൃത്വം ഇല്ല. പിന്നെ എന്ത് ചെയ്യാം? വേണേ വീണ്ടും കൊണ്ടുവച്ച് കൊടുക്കാം. എങ്ങോട്ട്? ബ്രദർ പറഞ്ഞല്ലോ, രക്ഷ നഷ്ടപ്പെടുകയെന്നല്ല. ആകയാൽ പാപം നിങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഇനി അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് വാഴരുത്. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളായി പാപത്തിന് സമർപ്പിക്കുകയും അരുത്. നിങ്ങളെ തന്നെ മരിച്ചിട്ട് ജീവിക്കുന്നവരായും നിങ്ങളുടെ അവയവങ്ങളെ നീതിയുടെ ആയുധങ്ങളാലും ദൈവത്തിന് സമർപ്പിക്കണം. കാരണം നിങ്ങൾ ഇനി ന്യായപ്രമാണത്തിനല്ല കൃപയ്ക്കത്ര അധീനരാകയാൽ പാപം നിങ്ങളുടെ മേൽ ലോഡ്ഷിപ്പ് കർത്തൃത്വം നടത്തുന്നില്ല. അതുകൊണ്ട് പാപത്തിന്റെ കർത്തൃത്വത്തിൽ നിന്നും മരണം കൊണ്ട് മാറി നിൽക്കുന്ന ദൈവ പൈതലിനുള്ള ഡ്യൂട്ടി എന്താ? നിങ്ങളുടെ അവയവങ്ങളെ ഇനി അവന് കൊണ്ട് അടിയറ വയ്ക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് സ്വാധീനത്തിന് വിട്ടുകൊടുക്കരുത്. ഹല്ലേലൂയ. ഞാൻ അതിനെക്കുറിച്ചും കൂടെ സംസാരിക്കണം ചിന്തിച്ച സമയവും പോയി, ഞാൻ അവിടെ നിർത്തുകയാണ്. ഒരു കാര്യം ഓർക്കുക, ഒരു ദൈവ പൈതലിന് ഇന്നുള്ളത് ഒരു പുതിയ ജീവിതമാണ്. നമ്മൾ ചത്തവരാ. പഴയ ജീവിതം ആദാമ്യ കുലത്തിൽ നിന്ന് മരണത്താൽ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടവരെന്നാ. നമ്മുടെ മരണം കഴിഞ്ഞു. ഇനി നാം ജീവിക്കുന്നെങ്കിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിന് വേണ്ടിയാണ്. മറുവശത ആ പാലം കടന്ന് അപ്പുറത്താണ് നാം നിൽക്കുന്നത്. അതുകൊണ്ട് പഴയതിനോട് ഇനിയും കൊണ്ട് അടിയറ വയ്ക്കരുത്. അവിടെ കൊണ്ട് അടിമ വെച്ചാൽ അനുഭവിക്കും. കാരണം ഇനി രക്ഷിക്കാൻ ആരുമില്ല. ഇനി നമുക്ക് വേറെ വഴിയില്ല, വേണ്ട ആവശ്യമില്ല. അല്ലേ? നമുക്ക് രക്ഷ കിട്ടിയത് വിലപ്പെട്ടതല്ലേ, മതിയായതല്ലേ? അതിനേക്കാൾ സഫീഷ്യൻ്റ് ആയത് എന്തുണ്ട് ഉലകത്തിൽ? ഇത്രയും നല്ല രക്ഷ നമുക്ക് കിട്ടിയെങ്കിൽ അതും ഫ്രീ ആയിട്ട് കൊണ്ട് തന്ന് നമ്മളെ എടുത്ത് ആ ഓമന പൈതലായ അരുമ പൈതലിനെ പോലെ അണയ്ക്കുവാൻ ആ സ്വർഗസ്ഥനായ സർവശക്തൻ ഇറങ്ങി വന്നെങ്കിൽ അതിനേക്കാൾ വലുതാണോ മറ്റെന്തെങ്കിലും? വെക്കരുത്. നമ്മുടെ അവയവങ്ങൾ കൊണ്ടുപോയി പഴയ മരണത്തിന്റെ, ആ പാപത്തിന്റെ, ആ ന്യായപ്രമാണത്തിന്റെ ശക്തിയായ ആ ജഡത്തിന്റെ കീഴിലേക്ക് ഇനി കൊണ്ട് അടിയറ വെക്കരുത്. കാരണം നാം കൃപയ്ക്ക് അത്ര അധീനരായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മെ വിളിച്ചത് എന്തിനാ? നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ മറ്റൊരുവന് ആകേണ്ടതിന് അവൻ നമ്മെ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിൽ വ്യാപരിക്കേണ്ടതിന് നാം ദിവസേന ഈ മരണത്തെ കൊണ്ടു നടക്കണം. ഹല്ലേലൂയ. അങ്ങനെ ആയാൽ നാം ജീവനിൽ വാഴും. കർത്താവ്യ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ വാസ്തവമായിട്ട് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ദൈവവചനത്തിൻ്റെ ഉപദേശം കേൾപ്പാൻ നമുക്കിടയാക്കിയല്ലോ. വീണ്ടും ജനനം എന്നുള്ളത് എന്താണെന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തമായി കേൾപ്പാൻ നമുക്കിടയായി തീർന്നു. സ്തോത്രം. വാസ്തവമായിട്ട് നമ്മുടെ പഴയ ആ സകല കാര്യങ്ങളും ആദാമിൽ എന്തായിരുന്നു അതെല്ലാം മരിച്ചിട്ട് ഒരു പുത്തൻ അനുഭവത്തിലേക്ക് വരുന്നതാണ് വീണ്ടും ജനന അനുഭവം എന്നുള്ളത്. സ്തോത്രം. പഴയതിനെ മോഡിഫൈ ചെയ്യുന്ന ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. എന്നാൽ ഹല്ലേലൂയ, ദിവസം തോറും പുതുക്കം പ്രാപിക്കുന്ന ഒരു പുതുമനുഷ്യനെ നമ്മൾ ധരിച്ചിരിക്കുക. സ്തോത്രം. പഴയതിനെ മോഡിഫൈ ചെയ്യുകയല്ല, പുതിയ മനുഷ്യനിൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചിട്ട് ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഫലമുണ്ടാകുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. പഴയ നല്ല ഗുണങ്ങളെ നന്നാക്കിയെടുക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. പുതുതായി ജനിച്ച പഴയത് കഴിഞ്ഞിട്ട് പുത്തനായിട്ടൊന്ന് സൃഷ്ടിക്കപ്പെട്ടിട്ട് അത് പുതുകി വരുന്നതാകുന്ന മനുഷ്യൻ.
അതാ ക്രിസ്തീയ ജീവിതം. അതിനെക്കുറിച്ച് കേൾപ്പാൻ, അതാണ് ദൈവത്തിന് ഫലം കായ്ക്കുന്നത്. അതാണ് കൊലോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. ആകയാൽ ദൈവവചനത്തിൻ്റെ മുൻപാകെ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. ഒരു സദാചാര കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. സ്തോത്രം, ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി ദൈവം നമ്മെ ക്രിസ്തുവിൽ പുത്തനായിട്ട് ജനിപ്പിച്ചു എങ്കിൽ ഹല്ലേലൂയ, അത് നമ്മിൽ വെളിവാകേണ്ടതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കണം. പാപത്തിന് നമ്മെ തന്നെ ഇനി ഏൽപ്പിച്ചു കൊടുക്കരുത്. അതിൻ്റെ ആയുധങ്ങളായിട്ട് നമ്മുടെ അവയവങ്ങളെ സമർപ്പിക്കരുത്. നമ്മൾ കൃപയ്ക്കത്രേ അധീനരായിരിക്കുന്നു എന്നുള്ള ബോധം നമ്മിലുണ്ടാകേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.